നമ്മൾ പോകുന്നത് കുവൈറ്റ്, കൊള്ളൂല, ജപ്പാൻ. ദിസ് ഇസ് അറബ് കോഫി. എന്നെ ഒരച്ച് കുടിപ്പിക്കുന്നു. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗ്ലോബൽ വില്ലേജ് ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഫുൾ ഫാമിലിയായിട്ട് എത്തിയതാണ്. നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലോട്ടാണ്. അപ്പോൾ ഞാൻ കാണുന്ന എല്ലാ കാഴ്ചകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതെൻ്റെ ഏറ്റവും കുട്ടി കസിനാണ് കേട്ടോ. ഞങ്ങളുടെ ഉദു എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ മോളാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടോ ഗ്ലോബൽ വില്ലേജിലോട്ട് പോകുന്നത്. ടോക്ക് അബൌട്ട് ദാറ്റ് മിസ്റ്ററി ഗൈ. Okay. The mystery guy is a boy, but he is just like a normal guy. Okay. But he has 10,000 something like that. Yeah, money. Okay. So sometimes they change. The money change. They come like 2,000 something like that. So, but we should. See how beautifully she talks English. But അച്ഛാ കണ്ടോ? we should ask. അച്ഛനറിയോ അറബി? We should ask. അച്ഛനറിയോ? ഉദുനറിയോ അറബി? അല്ല ഉദു? Yeah, but you should ask. What? എന്ത്? എന്ന് പറഞ്ഞേ? എന്ത് ഷൂ? ആൾക്കാരെ അടിക്കൂട്ടാ. എന്താ അറബിയാ? But ഉദു അറബി പറഞ്ഞേ. അറബി എങ്ങനെ പറയാ? എന്താ ചോദിക്കാ? എന്തെങ്കിലും ചോദിച്ച അറബിയില്? mango. മാഴോ. അത് മാംഗോ. അതല്ലാതെ വേറെ എന്തെങ്കിലും? Lemon. അതെന്താ സംഭവം? Lemon. Kefale. Kiwi. Shukran. ഓക്കേ, എനിക്കൊന്നും അറിയില്ല കേട്ടോ. Assalamualaikum. എന്താ? വാലൈക്കും അസ്സലാം. ഹലോ ഗൈസ്. Ana Ahmed. Lemon wa. Mango wa ana ara. അയ്യോ അമ്മേ. ക്രൂരമായിട്ട് പറയുന്നത് ചാനലിൽ വരും. മോളെ ജാക്കറ്റ് എടുക്കും. അച്ഛനും മോളും. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഒരു കാസിൽ പോലെ കേട്ടോ കാണാൻ. ഇത് അങ്ങോട്ടൊരു കാടിളകി വരുന്ന പോലത്തെ ഒരു തിരക്കായിരുന്നു കേട്ടോ. ഈ ഗ്ലോബൽ വില്ലേജ് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൺട്രീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഷോപ്സ് അതിനകത്ത് ഉണ്ടാവും. എല്ലാ കൺട്രീസിൻ്റെ ഉണ്ടാവും. നമ്മുടെ ഇന്ത്യ അടക്കം എല്ലാ കൺട്രീസിൻ്റെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സെക്ഷനിൽ പോകുമ്പോൾ അവിടുത്തെ ഡ്രസ്സസും അവിടുത്തെ ഫുഡ് ഐറ്റംസും എല്ലാം അവർ സെല് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത. പക്ഷേ എല്ലാം കുറച്ച് പ്രൈസി ആയിരിക്കും കേട്ടോ. അച്ഛൻ തന്നെ സെൽഫി എടുക്കണം, ഞാൻ എടുത്തതാ. ഞങ്ങളങ്ങനെ ഫസ്റ്റ് പോയത് കുവൈറ്റിലോട്ടാണ് കേട്ടോ. കുവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുവൈറ്റ് ഷോപ്പിലോട്ടാണ് ആദ്യം പോയത്. അച്ഛനെ കളിയാക്കരുത് പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ട്രൈ ചെയ്യാൻ തരുമോ ചോദിച്ചാലോ? വേണോ? ട്രൈ ചെയ്യാം. What is this? What is this? What is this? Time. What is this? Lemna, where they give lemna. Okay, I chop. Oh yeah. കൊള്ളൂല. നന്നായില്ല. What is this? Like, what is this made of? They give lemna. This is curd. Is it curd? Something mixed with curd? No. അലമ്പ് സാധനം, കൊള്ളില്ല. അച്ഛൻ അങ്ങനെ ടേസ്റ്റ് എന്താ പറ?
ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്തത് അവിടുത്തെ അറബ് കോഫി ആയിരുന്നു. അവർ നമുക്കിങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. അറബ് കോഫി കടുപ്പുള്ളവർക്ക് ഇഷ്ടാവും. എനിക്ക് ഇഷ്ടമായി. കുഴപ്പമില്ല, ഒരു കയ്പുണ്ട് പക്ഷെ അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. നെക്സ്റ്റ് നമ്മൾ പോയത് യമൻ എന്നുള്ള സെക്ഷനിലോട്ടാട്ടോ. ഇവിടെ മെയിനായിട്ട് പല ടൈപ്സ് ഓഫ് ഹണിയാണ്. വൈറ്റ് ഹണി, കുറേ ടൈപ്സ് ഓഫ് ഹണി ഉണ്ട്. ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമുക്കപ്പോൾ എത്ര വേണമെങ്കിലും ട്രയൽ ചെയ്യാനൊക്കെ തരും. പിന്നെ ഡ്രസ്സസ് ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യമനിലുണ്ട്. ഹണിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് ബി ലബാനിലാണ്. ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ബി ലബാൻ. എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പിസ്താഷ്യോ മിൽക്ക് കേക്കാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ലൈവായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് തരും. ഓൾറെഡി ആ ബ്ലൂ ബോക്സിലിരിക്കുന്നത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള മിൽക്ക് കേക്കാണ്. അതിൻ്റെ മേലെ ടോപ്പിങ്സ് ഒക്കെ നമുക്ക് ഓർഡർ അനുസരിച്ച് അവർ എല്ലാം സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ പിസ്താഷ്യോ ആയതുകൊണ്ട് അവർ പിസ്തയൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇപ്പോൾ നമുക്കത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത പിസ്താഷ്യോ മിൽക്ക് കേക്ക്. ഇവിടുത്തെ മിൽക്ക് കേക്ക് നമ്മുടെ നാട്ടിലുള്ളതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ തിക്കാണ്. ആൻഡ് ഇതിൽ വേറെ എന്തോ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അടിപൊളിയായിരുന്നു ടേസ്റ്റ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ലുഖൈമത്ത് എന്നുള്ള സ്വീറ്റ് കഴിക്കാൻ പോയി. ദുബായിലെ ഫേമസ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്വീറ്റാണ്. ഇവിടെ ആൻറ്റിമാർ നല്ല വറുത്ത് കോരുന്നുണ്ടാവും. പിന്നെ ഡേറ്റ് സിറപ്പ് മേലെ ഒഴിച്ചിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി സാധനമാണ്. ഒരു ഉണ്ണിയപ്പമൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമുക്കങ്ങനെ ചൈനയിലോട്ട് പോകാം. ഫ്രഷ്ലി മെയ്ഡ് പാൻകേക്സ്. ഇതെന്താ സാധനം? സ്ലൈമാണോ? അല്ലല്ലോ, പൊട്ടിക്കണ്ട. അല്ല, അത് പൊട്ടിക്കാൻ ശരി. വെന്തിട്ടില്ലല്ലോ. ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക്. ഞങ്ങൾ പിന്നെ പോയത് ആഫ്രിക്കയിലാട്ടോ. ഇത് നമ്മൾ വേറെ സ്ഥലങ്ങളിൽ അത് പോയതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ആഫ്രിക്കയിൽ. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ വിളിച്ച് വരുത്തിയിട്ട് നമ്മളെ കൊണ്ട് മേടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവർ യൂസ് ചെയ്യാറ്. എന്ന് വെച്ചാൽ നമ്മളെ വിളിച്ച് അത്രയും നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. It's good. I'll go and come back, okay? What is this? ഈശ്വര, എല്ലാരും എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒരച്ച് കുടിപ്പിക്കുന്നു. അതെ, ഓക്കെ. When you have that, when you have that for face, okay. For dry skin, very good this one. This creamery and mango. Okay. No problem. Within 15 minutes, it's nice. Yes, boss. What do you like? Didi, your sister? My sister. കുളിപ്പിച്ചായിരുന്നു.
Not try, only come wait here because here not allowed night. What is this? Bring up this one, sabun. Okay, 1 second. Charcoal, honey, Charcoal soap. Okay. honey, milk. Okay. This for softening for allergic. Oh, okay. അങ്ങനെ അവിടെ നിൽക്കുന്ന ആ ചേച്ചിയെടുത്ത് നിന്ന് ഒരു വിധമായിട്ടോ ഞാൻ രക്ഷപ്പെട്ടു. അവർ വിടുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോൾ അവർ വാട്ട് താങ്ക് യു, വൈ താങ്ക് യു, യു ഷുഡ് ബൈ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അമ്മേനെയൊക്കെ ചോദിച്ചിട്ട്. ഒരു വിധമൊന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വന്നതാട്ടോ. അവരെന്താ മേലെ നിർത്തിയേക്കുന്നേ? കേറിയല്ലോ, എല്ലാവരും സെറ്റാണല്ലോ. അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാവിടെയും കറങ്ങിട്ടോ. പക്ഷേ ആക്ച്വലി ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോരാട്ടോ കറങ്ങാൻ. ലാസ്റ്റ് ഉള്ളതാണ് റൈഡ്സിൻ്റെ സെക്ഷൻ. അപ്പം നമ്മൾ ഒട്ടുമിക്ക റൈഡ്സിലെല്ലാം കയറി. അങ്ങനെ ഞങ്ങൾ അതോടെ ഞങ്ങളുടെ കറക്കം അവസാനിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ.